പാവയ്ക്ക നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇത്തിരി ഉപ്പും വിനീഗറൊക്കെ ചേർത്ത വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഏത് വെജിറ്റബിൾസും അങ്ങനെ തന്നെയാണല്ലോ. ഇനി അത് അധികം കട്ടിയില്ല കുറയ്ക്കാതെ, അതായത് നേരിയ ഒരു കട്ടിയോടുകൂടി ചെയ്തെടുക്കണം. എല്ലാം ഇങ്ങനെ ചെറുതാക്കി പീസാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് മറ്റുള്ള സവാള പച്ചമുളക് എല്ലാം അതും ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കട്ട് ചെയ്ത പാവയ്ക്ക കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഒരിത്തിരി ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് കുക്കർ ഒരു വിസിലിൽ ഒന്ന് വേവിച്ചെടുക്കുക. അതങ്ങനെ വിസിലൊക്കെ പോയി റെഡിയാവണ ആ ഒരു ടൈമിൽ പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതിലേക്ക് ഇതുപോലെ നുറുക്കിയിട്ടിരിക്കണം കുറച്ച് കറിവേപ്പില, സവോള, പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചെറിയൊരു പീസ് പുളി, അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. അപ്പോഴേക്കും ഇതുപോലെ സവാളയൊക്കെ നന്നായിട്ട് ഇത്രയും തന്നെ മുരിഞ്ഞ് വരണം കേട്ടോ. ഇനി അരപ്പ് ചേർക്കുക, ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഒരു ടൊമാറ്റോയുടെ പകുതി ഒരു പീസ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെന്ത് വന്നിട്ടുള്ള പാവയ്ക്ക കൂടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരിത്തിരി വിനീഗർ ചേർത്ത് കൊടുക്കണം കേട്ടോ. പുളി ചേർത്തതാണ് എങ്കിൽ ഒരിത്തിരി വിനീഗറും ഇതുപോലെ ശർക്കരപ്പാനി, അതല്ലെങ്കിൽ ശർക്കരയുടെ ചെറിയൊരു പീസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടി ഒന്ന് തിളച്ച് വരണം. ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തെടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക മുളക് കറിയാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക.